3 മണിക്ക് കൊണ്ടോട്ടി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ബസ് തൊഴിലാളികളെ കണ്ടിട്ടുണ്ട്, കർഷകരെ കണ്ടിട്ടുണ്ട്, ഓട്ടോ തൊഴിലാളികൾ, കുടുംബശ്രീ, കുട്ടികളടക്കമുള്ള പല തുള്ളി പെരുവെള്ളമായിട്ടാണ് ഓരോ രൂപയും ആളുകൾ സമാഹരിച്ച് നമ്മൾ അതിന് നേതൃത്വം കൊടുത്തു. ജനകീയ കമ്മിറ്റിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 33 ദിവസങ്ങൾ കൊണ്ട് ഷാമിൽ മോന് ആവശ്യമുള്ള തുക വരികയും നമ്മൾ ജനങ്ങളോട് അത് പങ്കുവെക്കുകയും കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുകയും ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയതിന് ശേഷം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണക്കവതരണവും അതേപോലെ അവരെ 13 ദിവസം അവരെ കൂടെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് അവരുടെ ഒരു സ്നേഹയാത്രയപ്പം അവിടെ വെച്ച് ചടങ്ങ് നടന്നു. പ്രിയപ്പെട്ട കൊണ്ടോട്ടി MLA ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ വെച്ചാണ് അവിടെ വെച്ച് കണക്കവതരണത്തിന് ശേഷം അവരൊരു ചാവി കൈമാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ കൈമാറ്റ രീതിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആ രീതിയെയാണ് പലരും വലിയ തരത്തിലേക്കുള്ള വളച്ചൊടിച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഞാൻ അവിടെ ഉപയോഗിച്ചത് 33 ദിവസം എൻ്റെ ഇന്നോവയായിരുന്നു. 2012 ഡൽഹി മോഡൽ 10-12 കൂട്ടുകാരെടുത്ത ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള 5 വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ഇന്നോവ. ആ ഇന്നോവയായിരുന്നു അവിടെ സകല മൂലയിലും മുക്കിലും സാമ്പത്തിക പിരിവിന് വേണ്ടി പോയി. അതും ആ നാട്ടിലുള്ള കുട്ടിക്ക് വേണ്ടി എൻ്റെ വാഹനം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യും. സ്വാഭാവികമായും ജനകീയ കമ്മിറ്റിയിലെ ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് ഇനി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഷമീർക്ക പോണ സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് ഓടിയെത്താൻ നമുക്ക് ഇതൊന്നും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. പുതിയത് വാങ്ങിക്കൊടുക്കണമെന്നല്ല, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് തമാശ രൂപേണ പറയാറുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ പറയാറുണ്ട്, ഒരു രൂപ പോലും എവിടെ നിന്ന് എടുക്കാൻ പാടില്ല. ഷാമിൽ മോന് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്ന് കാരണവശാലും എടുക്കാൻ പാടില്ല എന്ന സ്റ്റാൻഡായിരുന്നു. മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഓടിയെത്താനും ഒക്കെ നിങ്ങൾ ഇങ്ങനെ സംവിധാനം ചെയ്യുന്നതെങ്കിൽ അത് എനിക്ക് പരസ്യമായി തരണം. രഹസ്യ ഇടപാടുകൾ പാടില്ല. അങ്ങനെ ഒരു കാരണവശാലും ഞാൻ വാങ്ങിക്കില്ല എന്നുള്ള നിലപാട് ഞാൻ എടുത്തു. അങ്ങനെ കണക്ക് അവതരിപ്പിക്കുന്ന ദിവസമാണ് എൻ്റെ വൈഫിനെയും കൂട്ടി വരണമെന്ന് പറഞ്ഞ് ഞാൻ മക്കളെയും കൂട്ടി അവിടെ പോയ ചടങ്ങിൽ വെച്ചിട്ടാണ് അവിടുത്തെ ഷാമിൽ മോൻ്റെ ഉമ്മ ഷാമിൽ മോൻ്റെ സാന്നിധ്യത്തിൽ ആ ചാവി കൈമാറുന്നത്, അവരുടെ സ്നേഹ സമ്മാനമായിട്ട് കൈമാറുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾക്കുണ്ടായ വലിയ സംശയം എന്ന് പറയുന്നത്, ഇന്നോവ ക്രിസ്റ്റ സ്നേഹ സമ്മാനമായി കൊടുക്കാൻ സാധിക്കുന്ന ഒരു കുടുംബത്തിന് മറ്റുള്ളവന്റെ മുമ്പിൽ എന്തിനാണ് കൈനീട്ടിയത് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു വലിയ ചർച്ചകൾക്ക് തുടക്കമുണ്ട്. സത്യത്തിൽ അവിടെ നടന്നത്, അവര് 2017 MH ഇന്നോവ, ആ ഇന്നോവയായിരുന്നു അവര് അവിടെ വാങ്ങിയിട്ടുള്ളത്. പക്ഷെ അവിടെ വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, ആ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ വെച്ച് ആ ഇന്നോവയുടെ നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് അവിടെ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ബോർഡ് തൂക്കിയ റിബണൊക്കെ വെച്ച് പുതിയ വണ്ടി പോലെ പുതിയ ഇന്നോവ ക്രിസ്റ്റയാണ് എന്ന പോലെ ഒരു സ്നേഹം. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരും വിചാരിച്ചത് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു സന്തോഷം, അവരെ സ്നേഹം, ഒരു നേരത്തെ ഭക്ഷണം ആ കുടുംബത്തിന് എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായിരുന്നാലും ആ കുടുംബം ലക്ഷക്കണക്കിന് രൂപ ഷാമിൽ മോന് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ബാക്കിയുള്ള ഒരുപാട് സഹായങ്ങൾ ഇതിനോടകം ചെയ്താണ്. പെരുകേട് കൊണ്ടാണല്ലോ ഒരാളെ മുമ്പിൽ കൈ നീട്ടുന്നത്. അങ്ങനെ അവസാന സമയത്ത് അവര് എല്ലാവരും കൂടി 5000, 10000 ഒക്കെ സമാഹരിച്ച് ഒരു 6 ലക്ഷം രൂപ സമാഹരിച്ച് പലരും ആളുകൾക്ക് ആംബുലൻസുകൾ കൊടുക്കാറുണ്ട്, പല സ്ഥാപനങ്ങൾക്ക് യാത്രകൾക്ക് വേണ്ടിയിട്ട് വണ്ടികൾ കൊടുക്കാറുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനം. അവരിത് ഉദ്ദേശിച്ചത് എനിക്ക് ടൂർ പോകാനോ എൻ്റെ മക്കൾക്ക് അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. ഇന്ന് കൊണ്ടോട്ടിയിലാണെങ്കിൽ ഞാൻ അടുത്തത് ഓടേണ്ടത് എറണാകുളത്തേക്കാണ്, കൊല്ലത്തേക്കാണ്, നേരത്തെ എത്തണം, കുറച്ചുകൂടി സേഫായിട്ട് നിൽക്കണം. ഞാൻ തീവ്രവാദ പ്രവർത്തനത്തിനോ ഫ്ലൈറ്റിൽ സ്വർണ്ണ തട്ടിപ്പ് നടത്താനോ അല്ലെങ്കിൽ FDMA പർച്ചേസ് ചെയ്യാനോ സെയിൽമാനോ ആയിട്ടല്ല. അർഹതപ്പെട്ട പാവപ്പെട്ടവരെ വേണ്ടി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അല്ലെങ്കിൽ അത്രയും സങ്കടമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ നാട്ടിലേക്ക് പോകുന്നത്. അവര് ആ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ചാവി കൈമാറിയപ്പോൾ ആ ഉമ്മയുടെ കൈകൾ കൊണ്ട് കൈമാറാനുള്ള തീരുമാനം അവരെടുത്തു. പക്ഷേ ആ തീരുമാനം വലിയ ഒരു അബദ്ധമായി പോയി എന്നുള്ളത് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായത്. എനിക്ക് വലിയൊരു ജാഗ്രത കുറവ് അവിടെ ഉണ്ടായി. എനിക്ക് എതിർക്കാനും തോന്നിയില്ല. കാരണം കുടുംബത്തിന്റെ സന്തോഷം കൊണ്ട് തന്നതായതുകൊണ്ട് ഇനി ഞാൻ പരസ്യമായിട്ട് ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മോശമാക്കാനും പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത് നിരസിക്കാതെ അത് കൈമാറി. അതേ ചടങ്ങിൽ വെച്ച് തന്നെ MH മഹാരാഷ്ട്ര 2017 വണ്ടി തരുന്ന സമയത്ത് തന്നെ 2012 എൻ്റെ ഇന്നോവ അവിടുത്തെ കൊണ്ടോട്ടിയിലെ MLA ഞാൻ അവിടെ വെച്ച് ജനങ്ങളെ മുമ്പിൽ വെച്ച് ഇന്നോവ ഞാൻ എൻ്റെത് കൈമാറുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ള അവര് തന്നത്. പക്ഷേ ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ 30 ലക്ഷം രൂപയുടെ ഇന്നോവ ചാരിറ്റി പ്രവർത്തകന് കൈമാറി
നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കുന്ന ഒരു രീതി, ഓൺലൈൻ ന്യൂസുകളടക്കം വ്യാജ പ്രചരണങ്ങൾ അയച്ചു വിട്ടുകൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളെ ഇകഴ്ത്താനുള്ള വലിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അവർക്ക് സത്യങ്ങൾ അറിയാം, പക്ഷെ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് മോശമാക്കി ഇത്തരം പ്രവർത്തനങ്ങളെ മോശമാക്കാം എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. സത്യത്തിൽ ആ വണ്ടിയുടെ പൈസ എന്ന് പറഞ്ഞത് 9.5 ലക്ഷം രൂപയാണ് അവർ തന്നിട്ടുള്ളത്. അത് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് 12 ലക്ഷത്തോളം രൂപ. എന്റെ ഇന്നോവയുടെ പൈസ അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ 6 ലക്ഷം രൂപ, ഏകദേശം 4-5 ലക്ഷം രൂപയുടെ ഒരു വിഷയത്തിൽ ഒരു നാട്ടിൽ കൃത്യമായി പണിയെടുത്ത് സുതാര്യമായി പ്രവർത്തനം ചെയ്ത് അത് നടപ്പിലാക്കി ആ കുടുംബത്തിന്റെ അകന്ന ബന്ധുക്കൾ സന്തോഷത്തിന് കൈമാറിയ ഇന്നോവ, അത് പുതിയ ഇന്നോവ കൃഷ്ണയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത് വലിയ പ്രയാസത്തിലേക്ക് കൊണ്ടുപോയത്. ഞാൻ പിറ്റേന്ന് തന്നെ എനിക്ക് വലിയ മാനസിക പ്രയാസം വന്നു. ഞാൻ ആ കുടുംബത്തെ വിളിച്ചു, അവിടുത്തെ നാട്ടുകാരെ വിളിച്ചു. അവിടെ വെച്ച് തന്നെ മുതുപ്പറമ്പിൽ വലിയ വേദിയിൽ വെച്ച് 100 കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച തറാവി നിസ്കാരത്തിന് ശേഷം സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് ഞാൻ അത് അങ്ങോട്ട് കൈമാറി. പക്ഷെ അപ്പോഴും അവരത് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പബ്ലിക് ഓഡിറ്റബിൾ ചാരിറ്റിയെ തകർക്കാനുള്ള സുതാര്യമായ ഇത്തരം പ്രവർത്തനങ്ങളെ മോശമാക്കാനും വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യാനും ആ കുടുംബത്തെ ക്രൂശിക്കാനുമാണ് ആ വാർത്തകൾ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. നമുക്ക് എല്ലാവരും തിരുത്താൻ കഴിയില്ല, പക്ഷെ നമ്മൾ അറിയുന്നവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിരുത്താൻ മാത്രമേ സാധിക്കൂ. ലക്ഷക്കണക്കിന് രൂപ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചെലവഴിച്ചിട്ടാണ് ഡോൾ ന്യൂസ് അടക്കമുള്ള ചാനലുകൾക്കും മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കും കൊടുത്തുകൊണ്ട് ഇത് മറ്റൊരു തരത്തിലേക്ക് പ്രചരണം നടത്തിക്കൊണ്ട് ആ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും കൂടി ഇല്ലായ്മ ചെയ്യാൻ എന്നെ അവസാനിപ്പിക്കണം, ഈ മേഖലയിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്ന് അവസാനിപ്പിക്കണം. പലപ്പോഴും താങ്കളുടെ ലൈവ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, താങ്കളെ അവസാനിപ്പിക്കണം, ചാരിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ചാരിറ്റി മേഖലയിൽ നിന്ന് തന്നെ ചില ആളുകൾ ഇടപെടുന്നു എന്ന ആ ഒരു പ്രതികരണം താങ്കളുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് അങ്ങനെ താങ്കൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ? തീർച്ചയായും നമുക്കറിയാലോ, പബ്ലിക് ഓഡിറ്റബിൾ അക്കൗണ്ടബിൾ ചാരിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സുതാര്യമായി സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. നമ്മളിപ്പം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു, ആപ്ലിക്കേഷൻ രൂപീകരിച്ചു, ഒരു നാട്ടിലേക്ക് വീഡിയോ, ഇപ്പോൾ സാറിൻ്റെ നാട്ടിലോട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ കൃത്യമായി എനിക്ക് ജനകീയ കമ്മിറ്റി ഉണ്ടായിരിക്കണം. അവിടെ എല്ലാ ആളുകളും ഒരു സർക്കാർ സംവിധാനം പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവും, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, റെസീപ്റ്റ് കൊടുക്കണം, ജനങ്ങളോട് കൃത്യമായി കണക്കുകൾ അവതരിപ്പിക്കണം. പക്ഷേ ഈ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ചാരിറ്റിയിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നത് പ്രയാസപ്പെടുത്തുന്ന ചാരിറ്റി പ്രവർത്തകന്മാർ. അതായത് 30 ലക്ഷം രൂപ വേണ്ട രോഗിക്ക് 60-70 ലക്ഷം തിരിച്ച് 30 ലക്ഷം രൂപ രോഗിക്ക് കൊടുത്ത് പിന്നിലൂടെ ബാക്കി പൈസ എവിടേക്ക് എന്നറിഞ്ഞ് കൊണ്ടുപോകുന്ന ഒത്തിരി ചാരിറ്റി പ്രവർത്തകന്മാർക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വലിയ തരത്തിലേക്ക് പ്രയാസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ പ്രവർത്തനങ്ങൾ ആ വിഷയമായി മുന്നിട്ട് വന്നിട്ടുള്ളത് ഒരു ചാരിറ്റി പ്രവർത്തകന്റെ, ഞാൻ അദ്ദേഹം ഇതിൽ പങ്കാളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകന്റെ വാട്സപ്പ് കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്ന ഫിറോസ് അലി പാറക്കോടൻ, അതേമാതിരി കരീം ഇബ്രാഹിം എടപ്പാൾ അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളാണ് ഈ പ്രവർത്തനങ്ങൾ മോശം രൂപത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് പോയത്. 25 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് ജനങ്ങളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയിലൂടെ കൈനീട്ടി ഒരു രോഗിയുടെ കുടുംബ സമ്മാനം കൊടുത്തു. അതോടൊപ്പം ചാരിറ്റി ചെയ്തതിന് ഷാമിൽ മോന്റെ കുടുംബം ഇന്നോവ ക്രിസ്റ്റ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലേക്ക് അവരുടെ ഗ്രൂപ്പുകളിലൂടെ ഇത് സർക്കുലേറ്റ് ചെയ്തു. ഈ ഫിറോസിന് അങ്ങനെ ഒരു വിരോധം തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെ ഉള്ളറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് പോകണം. പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോടും വ്യക്തിപരമായ പ്രയാസങ്ങളില്ല, അദ്ദേഹത്തിന് എന്നോടും വ്യക്തിപരമായ പ്രയാസങ്ങളില്ല എന്നാണ് മനസ്സിലായത്. പക്ഷേ നമ്മളൊരു സ്റ്റാഫ് നിൽക്കുമ്പോൾ, നമ്മളൊരു കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും വലിയ ജാഥ അല്ലെങ്കിൽ ക്യാപ്റ്റനും അതിന്റെ അഡ്മിനും അത് ചെയ്യുമ്പോൾ അത് ചെയ്യരുത്. അത് ചെയ്യാൻ പാടില്ല ഫിറോസ് അലി പാറക്കോട, അത് ചെയ്യാൻ പാടില്ല കരീം എടപ്പാള്, അത് ചെയ്യാൻ പാടില്ല അൽബാബു, അത് ചെയ്യാൻ പാടില്ല നൗഷാദ് തെക്കയിലെ, അത് ചെയ്യാൻ പാടില്ല സലീൽ ഇബ്രാഹിം കാസിം എന്ന് പറയുന്ന അത്തരം ആളുകളോട് പറയേണ്ട ഉത്തരവാദിത്വം. കാരണം ഒരു ഘട്ടത്തിൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 5-6 തവണ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നിർത്തിയ ആളാണ്. മടുത്തുകൊണ്ട് ആളുകളുടെ വലിയ വിമർശനങ്ങൾക്ക് പേടിയോടെ പകച്ചു നിന്നപ്പോൾ നിർത്തിയ ആളാണ്. ഒരുപാട് തവണ അപമാനിക്കപ്പെട്ട ആളാണ് അദ്ദേഹം.
ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വിമർശിക്കാൻ വരുന്നേ, അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്താൻ വരുന്നേ, അദ്ദേഹത്തെ മോശമാക്കാൻ വരുന്നേ, ചാരിറ്റി മേഖലയിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വരുന്നേ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും. ആ പ്രയാസങ്ങളോടൊപ്പം ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോൾ, ഒറ്റപ്പെട്ട് ആക്രമിക്കപ്പെടുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വാട്സപ്പ് കൂട്ടായ്മയോടോ സർക്കുലേറ്റ് ചെയ്യുന്ന ആളുകളോട് പറയണം, അത് ചെയ്യരുത്, തെറ്റായ വാർത്തയാണ്, തെറ്റായ പ്രചരണമാണ്. അവൻ ചെയ്യുന്നതും ചാരിറ്റിയാണ്. അവൻ ഓടുന്നതും അവൻ യാത്ര ചെയ്യുന്നതും പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഷമീർ കുന്നമെങ്കിലും ചെയ്യുന്നത്. അവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവന്റെ പച്ചയിറച്ച് തിന്നാനുള്ള ആ ഒരു കൂട്ടത്തിലേക്ക് ചാരിറ്റി സപ്പോർട്ടർമാരാണ് എന്ന് പറയുന്ന നമ്മളും കൂടി നിൽക്കരുത് എന്ന് പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ പറയാമായിരുന്നു എന്നുള്ള ഒരു സങ്കടം കൂടി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അവരാണ് ഇതിന് നേതൃത്വം തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉയർന്നു വന്ന ഈ വിവാദങ്ങൾക്ക് പുറകിൽ ഫിറോസിന് കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്? വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ആവരുത് എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് ഫിറോസ് അലി പാറക്കോടൻ. അദ്ദേഹത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ക്യാപ്റ്റനാണ്. എനിക്കെതിരെ എന്ത് വാർത്തകൾ കിട്ടിയാലും കാളെ പറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്ന ആളുകളാണ്. ഒരു വാക്ക് ഫിറോസിന് പറയാമായിരുന്നു. ഫിറോസ് കണ്ണുള്ളവനാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. ഞാൻ ആക്രമിക്കപ്പെടുമ്പോൾ ഒരേ മേഖലയിലുള്ള ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ചോദിക്കുക, ഇപ്പം അവരുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഇതുപോലെ രോഗം ബാധിച്ച് കിടക്കുന്ന ആരും സഹായിക്കാനുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അവർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അതെ, ഇപ്പം ആ നാട്ടുകാർക്ക് കഴിയാതെ വരുമ്പോൾ, അവരുടെ കുടുംബക്കാർക്ക് കഴിയാതെ വരുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടുന്നു, സഹായിക്കുന്നു. ഫിറോസും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, നമുക്കറിയാം. ഞാൻ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച്, നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ച് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിക്കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആള് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ, രണ്ട് ആളുകളും പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾ തമ്മിൽ എന്തിനാണ് പ്രശ്നം? ഒരു ഈഗോ പ്രശ്നം അല്ല, നന്മ ചെയ്യുന്നത് മാത്രമല്ല, ഇവിടെ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിലേക്കുള്ള തുടക്കം കുറിച്ചത് ഡോക്ടർ ഷാനുവാണ്. നിലമ്പൂരിലുള്ള ഡോക്ടർ. അദ്ദേഹം മരണപ്പെട്ടത് കാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിലാണ് ഈ സോഷ്യൽ മീഡിയ ചാരിറ്റിക്ക് വലിയ തരത്തിലേക്കുള്ള വിത്ത് പാകിയത്. അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ നമ്മൾ എപ്പോഴും കാണാറും കാര്യങ്ങളും നോക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മൊണോപ്പൊളി സിസ്റ്റം, ഒരു ഏകാധിപത്യ രീതിയിലേക്ക് ഒന്നോ രണ്ടോ ആളുകളെ ഇതിൽ പാടുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും, യോഗ്യരല്ല. അത് ഞങ്ങളുടെ ഒരു മാഫിയാണ്, ഞങ്ങളുടെ ഒരു ഗ്യാങ് ആണ്. മറ്റുള്ള ഒരു തരത്തിലേക്കുള്ള ആളുകൾക്ക് ഉയർന്നു വരാനോ അവരെ ആ ഒരു തുടക്കത്തിലെ ആ മുരടടക്കം വെട്ടുന്ന ഒരു രീതി അത് എല്ലാ മേഖലയിലുണ്ട്. ഈ മേഖലയിലും ചാരിറ്റി മേഖലയിലും വലിയ തരത്തിലേക്കുള്ള കുടിപ്പകകളുണ്ട്. ആ കുടിപ്പകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ആളുകൾ കടന്നു വരട്ടെ, പുതിയ ആളുകൾ വരട്ടെ എന്നതിനപ്പുറത്തേക്ക് ആളുകൾ വരുന്ന ആളുകളെ സൈസാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള പല താല്പര്യത്തിലും ഫിറോസിന് ഇതൊന്നും ബന്ധമുണ്ടാവില്ല, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷെ ഫിറോസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകൾക്ക്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പം വലിയ ഗോഡ് ഫാദർമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലേക്കുള്ള ആളുകൾക്കൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അവൻ്റെ ഈ നീക്കം ശരിയല്ല, അവനെ മോശമാക്കി പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തണം എന്നുള്ള രൂപത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കാം. ഞാനൊരിക്കലും ഫിറോസ് കുന്നംപറമ്പിലിനെ ഇതിലേക്ക് വലിച്ചേക്കാൻ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ഇത്ര പരസ്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംശയത്തിന് അടയാളപ്പെടുത്തുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. അതോടൊപ്പം തന്നെ പണം കൊടുത്തുകൊണ്ട് ഓൺലൈൻ വ്യഭിചാരം, ഓൺലൈൻ മാധ്യമങ്ങളെ, മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്ന ഓൺലൈൻ മാധ്യമ ആളുകളെ കൂടി കൂട്ടി അവരെ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ടും കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ചില ആളുകളാണ്. അതിന്റെ പിന്നിൽ കറുത്ത കൈകളുണ്ട് എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്.